ഏകദൈവ ആരാധനയാണ്. സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ജനപ്പെരുപ്പത്തിന്റെ ഒരു നിയന്ത്രണം കേരളത്തിൽ VR കൃഷ്ണയ്യർ നിയമിച്ച ഒരു കമ്മീഷൻ 2-ൽ കൂടുതൽ പ്രസവിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ ഇസ്ലാം വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിലെ എല്ലാ ജീവവർഗങ്ങൾക്കും, നമ്മൾ കാണുന്നതും കാണാത്തതുമായ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് അള്ളാഹു ഭക്ഷണം നൽകുന്നുണ്ട്. അത് പേടിച്ച് സുഖിയന്മാർ, സുഖലോലുപന്മാർ ജനപ്പെരുപ്പത്തെ നിയന്ത്രിക്കുകയാണ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മതം ലോകത്ത് പഠിപ്പിച്ച ഏതൊരു കാര്യവും കാലങ്ങളെയും മനുഷ്യ ചിന്തകളെയും അതിജയിക്കുമെന്നാണ് ഞാനിവിടെ അവതരിപ്പിച്ച വിഷയത്തിൻ്റെ കാതലായ വശം. വളരെ വേഗത്തിൽ നിങ്ങൾ വന്ന് പ്രവേശന കവാടത്തിലൂടെ കടന്ന് ഇരിപ്പിടത്തിലിരുന്നാൽ 2 പ്രസംഗങ്ങൾക്കും കൂടുതൽ സൗകര്യമായിരിക്കും. സംസാരിക്കാതെ, അങ്ങുമിങ്ങും തങ്ങി നിൽക്കാതെ വേഗത്തിൽ വന്നിരുന്ന് വിജ്ഞാനം നുകർന്ന് ധന്യമായ മനസ്സിൻ്റെ ഉടമകളായി മടങ്ങിപ്പോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ജനപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ആണായാലും പെണ്ണായാലും കുട്ടി 2 മതി. ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ നിങ്ങൾ ആരും ഒരിക്കലും വിചാരിക്കരുത് നന്മയുടെ ചിന്ത അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വക്കീലായാലും ജഡ്ജിയായാലും ഒരു മനുഷ്യരാണ്, ചാബല്യങ്ങൾക്ക് വിധേയരാണ്. സത്യത്തിൽ ജനസംഖ്യ നിയന്ത്രിക്കുക എന്നത്, മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കുക എന്നതാണ് അതിൻ്റെ മയന. നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കണം. മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിൽ ആളുകൾ പേടിക്കുന്നു, ഇസ്ലാമിനെ ആളുകൾ പേടിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയുക, മുസ്ലിങ്ങൾ ഭീകരവാദികളായതുകൊണ്ടല്ല, തീവ്രവാദികളായതുകൊണ്ടല്ല. ഇസ്ലാം എന്ന ആദർശം സാമ്രാജ്യത്വ ശക്തികളെയും ആധുനിക മോഹ പരതയുടെ ഭൗതിക പ്രമത്തതയുടെ കടക്ക് കത്തിവെക്കുന്ന മതമാണ് ഇസ്ലാം. പെണ്ണിന്റെ സൗന്ദര്യം വിറ്റ് കാശുണ്ടാക്കുന്ന കച്ചവട തന്ത്രം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ പേടിക്കുന്നുണ്ട്. പെണ്ണിനെ പർദ്ദ ധരിപ്പിക്കുന്നത്, പെണ്ണ് പർദ്ദ ധരിക്കുന്നത് അവർ വെറുക്കുന്നു. മാറിടം കാണിച്ച് സൗന്ദര്യം പ്രകടിപ്പിച്ച് തുളുമ്പി തുടുത്ത് നടക്കുന്ന പെണ്ണിനെ വ്യാവസായിക താല്പര്യമുള്ളവർക്ക് ആവശ്യമുണ്ട് അവരുടെ ബിസിനസ്സിന്. ഇസ്ലാം അതിനെ എതിർക്കുന്നു. സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ലോട്ടറി, ഇസ്ലാം ലോട്ടറിയെ എതിർക്കുന്നു. അതുപോലെ മീഡിയകൾ, ആധുനിക മീഡിയകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭീകരമായ കേന്ദ്രമേനെന്ന ചോദ്യത്തിന് ചാനലുകളുടെ ആസ്ഥാനങ്ങളാകുന്നു എന്നതാണ് പഠനം. ചാനലുകളുടെ ആസ്ഥാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിയാസത്തിന് അതിരില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ എല്ലാവരോടും, 14ഉം 20ഉം മക്കളുണ്ടായിരുന്ന കുടുംബങ്ങളുണ്ടായിരുന്നല്ലോ കേരളത്തിൽ. 5ഉം 8ഉം മക്കളുള്ളവരുണ്ടായിരുന്നല്ലോ കേരളത്തിൽ. ജനസംഖ്യ നിയന്ത്രിക്കുന്നവരോട് ചോദിച്ചോട്ടെ, VR കൃഷ്ണയ്യരുടെ മേൽനോട്ടത്തിലുള്ള കമ്മീഷനോട് ചോദിച്ചോട്ടെ, നിങ്ങൾ എത്രാമത്തെ മക്കളാ നിങ്ങളുടെ വീട്ടിൽ? നിങ്ങൾക്ക് എത്രയാ മക്കള്? നിങ്ങളുടെ കുടുംബത്തിൽ എത്രയാ മക്കള്? 2-ൽ കൂടുതലുള്ളവരെ കഴുത്തു ജയിച്ചു കൊല്ലാൻ കോടതി ഉത്തരവിടുമോ? 2-ൽ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയെ ശിക്ഷിക്കാനും ആനുകൂല്യങ്ങൾ കുറയ്ക്കാനും ശ്രമിക്കുന്നവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. മോസ്കോ, റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ ഇക്കഴിഞ്ഞ ജൂണിൽ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുമാർ ഒരു ഉച്ചകോടി നടത്തി. അറിഞ്ഞോ നിങ്ങൾ? ജഡ്ജിമാരറിഞ്ഞോ? കമ്മീഷണർമാരറിഞ്ഞോ? മോസ്കോ ഏതാ മോസ്കോ? ഏതാ ഈ മോസ്കോ? നിരീശ്വരത്വത്തിന്റെ ആസ്ഥാനമാണ് മോസ്കോ. ആണായാലും പെണ്ണായാലും കുട്ടി 2 മതി എന്ന മുദ്രാവാക്യം മുഴക്കിയ കമ്മ്യൂണിസ്റ്റ് റഷ്യ തകർന്ന് തരിപ്പണമായി.
സ്വകാര്യ സ്വത്താണ് മനുഷ്യന്റെ അധർമ്മങ്ങളുടെ മൂലകാരണമെന്ന് പ്രഖ്യാപിച്ച് സ്വകാര്യ സ്വത്തിന്റെ നിർമ്മാർജ്ജനത്തിലൂടെ, ഉന്മൂലനത്തിലൂടെ തോമസ് കാമ്പനല്ലയുടെ ദ സിറ്റി ഓഫ് ദി സൺ, തോമസ് മൂറിന്റെ ഉട്ടോപ്പിയ 1516 പ്രകാശനം ചെയ്ത ഉട്ടോപ്പിയ. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നതിന്റെ സമയം പരിമിതമാണ്. ഹുസൈൻ സലഫിയുടെ സമയം ചോദിച്ചു വാങ്ങുകയാണ് ഞാൻ ചെയ്തത്. ഈ വിഷയത്തിനൊരു പൂർണ്ണത ലഭിക്കാൻ സത്യം സഹോദരങ്ങളെ, മോസ്കോയിൽ ശ്രദ്ധിക്കണം, യുവാക്കൾ ശ്രദ്ധിക്കണം, നിങ്ങളിൽ പ്രതീക്ഷയുണ്ട്. ഈ കഴിഞ്ഞ ജൂൺ 29, 30 മോസ്കോയിൽ ഒരു ഉച്ചകോടി കൂടി. എന്തിന്? റഷ്യ പല ഉച്ചകോടികൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ പല ഉച്ചകോടികൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു? മോസ്കോയിൽ തിരിച്ചടി. ആണായാലും പെണ്ണായാലും 2 മതി, അതിൽ കൂടുതൽ വേണ്ട എന്ന് തീരുമാനിച്ച റഷ്യ ഈ കഴിഞ്ഞ ജൂൺ 29, 30 ഒരു ഉച്ചകോടി കൂടി. എന്തിനെന്നല്ലേ? 2ൽ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അവാർഡ് നൽകാൻ, പാരിതോഷികം നൽകാൻ. അറിഞ്ഞില്ലേ? കൃഷ്ണയ്യർമാർ അറിഞ്ഞില്ലേ? ജഡ്ജിമാർ അറിഞ്ഞില്ലേ? ജുഡീഷ്യറിയുടെ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന IPC, ഇന്ത്യൻ പീനൽ കോഡിന്റെ തത്വങ്ങൾ അറിയുന്നവർ അറിഞ്ഞില്ലേ? എന്തേത്? ലോകരാജ്യങ്ങൾ ജനപ്പെരുപ്പത്തിനെതിരെ ശബ്ദിച്ചവർ, ജനസംഖ്യ കുറഞ്ഞു. യുദ്ധങ്ങളും കെടുതികളും രോഗങ്ങളും ആക്സിഡന്റ് കൊണ്ട് പുരുഷന്മാർ കുറഞ്ഞു. കൂടുതൽ പ്രസവിക്കാൻ ആവശ്യപ്പെട്ടു. വിശുദ്ധ ഖുർആൻ സൂറത്തെ അൻആമിലെ 181-ാമത്തെ വചനം, ഖശിയത ഇംലാഖിൻ, ദാരിദ്ര്യ ഭയം കൊണ്ട് കുട്ടികളെ കൊല്ലരുത്. വൈദൽ മഊദതു സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണ് മോളെ ജീവനോടെ നീ കുഴിച്ചുമൂടപ്പെട്ടത്? 81-ാം അധ്യായം 8-9 വചനങ്ങൾ. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടാൻ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ജപ്പാനിലെ ക്ലിനിക്കുകളിൽ ആണാണോ പെണ്ണാണോ തീരുമാനിക്കാനല്ല, ഗർഭപാത്രത്തിൽ വളരുന്ന കുരുന്നിന് വൈകല്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങിയ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, പിന്നീട് പെണ്ണാണെങ്കിൽ കൊന്നുകളയാൻ, കശാപ്പ് ചെയ്യാൻ ലോകം തീരുമാനിച്ചു. ഹരിതേ, കൊല്ലരുതേ, നശിപ്പിക്കരുതേ എന്ന് കുഞ്ഞ് കരഞ്ഞു. എനിക്ക് 4 പെൺകുട്ടികളാ, കൊണ്ടുപോ തുറങ്കലിൽ. നാളെ 4 മാസം കഴിഞ്ഞാൽ ഇനി പ്രസവിക്കും 5ാമത്തെ കുഞ്ഞിനെ. കൊണ്ടുപോ, ഇന്ത്യയുടെ ജയിലുകളിൽ കൊണ്ടുപോയി അടക്ക്. മനുഷ്യൻ മാത്രം എന്തിനാ കൺട്രോള്? ഇതൂടി നിങ്ങൾ മനസ്സിലാക്കണം. 2 കൂടുതൽ ഉണ്ടായ സുഖിക്കാൻ കഴിയില്ല. റസൂലുള്ള പറയാ, ഏറ്റവും അയ്യുദംബിയാദം, റസൂലേ ഏറ്റവും വലിയ പാപം ഏതാന്ന് ചോദിച്ചു. അന്നജഅല ലില്ലാഹി നിദ്ദ, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അവനിൽ പങ്കു ചേർക്കലാണ്. അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അവനിൽ പങ്കു ചേർക്കലാണ്. 2ാമത്തതോ, നിന്റെ കൂടെ ഇരുന്ന് നിന്റെ കുട്ടി ഭക്ഷണം കഴിക്കുമെന്നത് കൊണ്ട് നീ അവനെ കൊല്ലലാണ്. ഇവിടുത്തെ വക്കീലുമാർക്കും ജഡ്ജിമാർക്കുള്ളത് അതാ. കുട്ടികൾ പെരുകിയ സുഖിക്കാൻ കഴിയില്ല, ആനന്ദിക്കാൻ കഴിയില്ല. അല്ല പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, സാഗരത്തിലെ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് അല്ല ഭക്ഷണം കൊടുക്കുന്നു. പ്രശ്നമുണ്ടോ? ആകാശഭൂമികൾക്കിടയിൽ അനന്തകോടി ജീവജാലങ്ങൾക്ക് അല്ല ഭക്ഷണം കൊടുക്കുന്നു. ഇവിടെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? 8 പെറുന്നു പട്ടി, 8 പെറ്റ പട്ടിയും ഊട്ടിയിലെ പട്ടിയും വീട്ടിലെ കുട്ടിയും 2ആക്കി മാറ്റിയതാര്? 2ആക്കി മാറ്റേണ്ടത് മാറ്റിക്കൊണ്ട് തന്നെ. എന്തിന്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഖുർആനിലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദ് 6-ാമത്തെ വചന. എന്താ അർത്ഥം എന്നറിയോ? എന്തിനാടോ ദാരിദ്ര്യം ഭയപ്പെടുന്നത്? എന്തിനാടോ ബേജാറാവണത്? ലോകത്തല്ല സൃഷ്ടിച്ച മുഴുവൻ ജീവികൾക്കും അല്ല ഉപജീവനം ഉണ്ടാക്കി. പിന്നെന്താ ഇവിടുത്തെ പ്രശ്നം? കോടിക്കണക്കിന് തിന്ന് സോമാലിയിലെ പട്ടിണി കിടക്കുന്ന കുട്ടികളെ ഓർക്കാതെ പട്ടിണി കിടക്കുന്നവരുണ്ടായിട്ട്, ദാരിദ്ര്യത്തിലുള്ളവരുണ്ടായിട്ട്, إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا. പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തില്ല. ഇവിടുത്തെ പ്രശ്നം അതാ.
ജനസംഖ്യ ഒന്നല്ല ഇവിടുത്തെ പ്രശ്നം. മാൽത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ പൊളിഞ്ഞില്ലേ? ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ പൊളിഞ്ഞ പോലെ മാൽത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ പൊളിഞ്ഞില്ലേ? തരിപ്പണമായില്ലേ? അവിടെ ഇസ്ലാം പറഞ്ഞു ആവുന്നത്ര പ്രസവിച്ചോ. ഇനിയോ പ്രസവത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നവരോട് ഒന്ന് പറഞ്ഞോട്ടെ, എന്റെ ബാപ്പയമ്മയും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 2 മതിയും തീരുമാനിച്ചാൽ ഞാനുണ്ടാവൂല ഇത് പറയാൻ. ഞാൻ 3-ാമത്തെ ആളാ. എന്റെ അനുജൻ സിറാജുൽ ഇസ്ലാം പ്രഭാഷകനാ 4-ാമത്തെ ആളാ. MM അക്ബർ 8-ാമത്തെ ആളാ ഒരു ബാപ്പാന്റെ. ഇവിടെയുള്ള മഹാജീനസായ ശാസ്ത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, രാഷ്ട്രീയക്കാർ, മതപ്രബോധകർ ഒരച്ഛന്റെ അമ്മയുടെ 1-2 മക്കളല്ല. VR കൃഷ്ണയ്യർ പോലും ആണോ? ചോദിച്ചു നോക്ക്. ഗൗരവമായ പഠനം ശാസ്ത്രകാരന്മാരുടെ സർ ഐസക് ന്യൂട്ടൻ, കോപ്പർനിക്കസ്, ഗലീലി, ബ്രൂണോ, ചാൾസ് ഡാർവിൻ, ദ തിയറി ഓഫ് എവല്യൂഷൻ, അതിന്റെ ഡയറക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഈ സമയം MC² എന്ന സൂത്രവാക്യം ലോകത്തിന് നൽകിയവൾ W. സ്റ്റീഫൻ ഹോക്കിംഗ്, എല്ലാവരും ചരിത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, ജനിച്ചവർ. ആരും 2-ാമത്തെയോ 1-ാമത്തെയോ മക്കളല്ല പലരും. ചിലരൊക്കെ ഉണ്ട്, ഞാൻ എതിർക്കണില്ല. പക്ഷേ 3-ഉം 4-ഉം 5-ഉം 6-ാമത്തവർ നിഷേധിക്കാൻ കഴിയോ? പഠിക്കുക. ഇവിടെ ഉള്ളവരോടൊക്കെ നമ്മൾ പറയാ പഠിക്കുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികുംഭം 41 കോടി മുടക്കി സംരക്ഷിക്കാനുള്ള വിഡ്ഢിത്തം. ദൈവത്തിന്റെ സ്വത്ത് അടയിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് എന്തിനാ സ്വത്ത്? മിമ്മാ റസഖ്നാഹും, നാം നിങ്ങൾക്ക് നൽകിയത്. വിശുദ്ധ ഖുർആൻ പറയാം, പെണ്ണിനോടും സ്വർണത്തോടും കുതിരയോടും മനുഷ്യനടങ്ങാത്ത അഭിനിവേശം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ദൈവത്തിന് എന്തിനാ സ്വത്ത്? ഇസ്ലാമിന്റെ നിയമം എന്തറിയോ? പൊതുഖജനാവുകളിൽ പാവപ്പെട്ടവന്റെ അവകാശമായ സ്വത്ത് കൂടിക്കിടന്നാൽ അത് ദാനം ചെയ്യാത്തവൻ ദൈവസന്നിധിയിൽ സൃഷ്ടിക്കപ്പെടുന്ന സ്വർണവും വെള്ളിയും കൂട്ടിവെച്ചാലേ ദൈവം ഇഷ്ടപ്പെടൂ എന്ന് പഠിപ്പിക്കപ്പെടുന്ന അപമാന വികരണത്തിന്റെ ദർശനവും, സ്വർണവും വെള്ളിയും കൂട്ടിവെച്ചാൽ ദൈവം കോപിക്കുമെന്ന് പറയുന്ന കരുണാമയനായ റബ്ബിന്റെ ദർശനവും അതിജയനങ്ങളുടെ ചൈത്രയാത്ര നടത്തിയ അല്ലാഹുവേ, നിന്റെ മതം അത് നെഞ്ചിലേറ്റിയ മുസ്ലിങ്ങളോട്